ഏതായാലും അവസാനവട്ട പ്രചാരണത്തിലാണ് അവിടെ ബി.ജെ.പിയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എല്ലാം. അടുത്ത മാസം 7-നാണ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. 26 മണ്ഡലങ്ങളാണുള്ളത്. അതായത് കേരളത്തെക്കാൾ 6 മണ്ഡലങ്ങൾ കൂടി കൂടുതലുണ്ട്. എങ്ങനെയാണ് ബി.ജെ.പി പടിപടിയായി വളർച്ച കൈവരിച്ചത് ഗുജറാത്തിൽ നിന്ന്? അതായത് ഏകപക്ഷീയമായ ഒരു മുന്നേറ്റം അവർ എങ്ങനെയാണ് നടത്തിയതെന്ന് നോക്കാം. ആ കണക്കുകളൊന്ന് പരിശോധിച്ചാൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 15 സീറ്റാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസിനാകട്ടെ 11 സീറ്റുമാണ് അന്നുണ്ടായിരുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അടുത്ത മാസം 7-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 26 മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായുള്ള തെരഞ്ഞെടുപ്പാണ്. 2009 കണക്കുകൾ നോക്കിയാൽ ബി.ജെ.പിക്ക് 15 സീറ്റും കോൺഗ്രസിന് 11 സീറ്റും, അതായത് മറ്റുള്ളവർക്ക് ഒരു സീറ്റും ഉണ്ടായിരുന്നില്ല. 4 സീറ്റിന്റെ മാത്രം വ്യത്യാസമാണ് അന്നുണ്ടായിരുന്നത്. 2014 ആയപ്പോഴേക്കും പക്ഷേ സ്ഥിതി മാറിമറിഞ്ഞു. ബി.ജെ.പി ക്ലീൻ സ്വൈപ്പാണ് അവിടെ നടത്തിയത്. 26 സീറ്റുകളിലും ബി.ജെ.പി ജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കോൺഗ്രസ് നിഷ്പ്രഭമായി പോയി. ഒറ്റ സീറ്റ് പോലും പിടിച്ചെടുക്കാൻ കോൺഗ്രസ് ആയില്ല. 2014 സ്ഥിതിയാണിത്. 2019 ആയപ്പോഴേക്കും 5 വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസിന് യാതൊരു ചലനവും ഗുജറാത്തിൽ ഉണ്ടാക്കാനായില്ല. മോദി പ്രഭാവം തന്നെയാണ് ഗുജറാത്തിൽ കാണാൻ കഴിഞ്ഞത്. 2019 26 സീറ്റിലും ബി.ജെ.പി തന്നെ ജയിച്ചു കയറുന്നതാണ് കണ്ടത്. വോട്ട് വിഹിതം പരിശോധിച്ചാൽ 2009 നില ഏറെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു കോൺഗ്രസിന് ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നത്. ബി.ജെ.പിക്ക് 46.5% അവിടെ വോട്ട് ഉണ്ടായിരുന്നത്. കോൺഗ്രസിനാകട്ടെ 43.4% അവിടെ വോട്ടുണ്ടായിരുന്നത്. അതായത് നേരിയ വ്യത്യാസം, ഏതാണ്ട് 3%-ലധികം മാത്രമാണ് ബി.ജെ.പിക്ക് അവിടെ വോട്ട് ഷെയർ കൂടുതലുണ്ടായിരുന്നത്. മറ്റുള്ളവർക്ക് 10% മാത്രമാണ് അവിടെ, 10.1% മാത്രമാണ് മറ്റു പാർട്ടികൾക്ക് അവിടെ വോട്ട് വിഹിതം ഉണ്ടായിരുന്നു. എന്നാൽ 2014 ആയപ്പോഴേക്കും ആ സ്ഥിതി ആകെ മാറി. ബി.ജെ.പി വോട്ട് വിഹിതം കുത്തനെ ഉയർത്തിക്കൊണ്ട് 60%-ലധികം വോട്ടാണ് അവിടെ നേടിയെടുത്തത്. കോൺഗ്രസിന്റെ വോട്ടുകൾ ചുരുങ്ങി 33.5% കുറഞ്ഞു. അതായത് ഏതാണ്ട് ഇരട്ടിയോളം വരുന്ന വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ ബി.ജെ.പിക്കായി എന്ന് തന്നെയാവും കാണാൻ സാധിക്കുക. മറ്റുള്ളവരുടെ വോട്ട് വിഹിതത്തിന് കുറവുണ്ടായി. 10-ൽ നിന്ന് 6.4% എന്ന നിലയിലേക്ക് മറ്റുള്ളവരുടെ വോട്ട് വിഹിതം മാറി. 2019, അതായത് കഴിഞ്ഞ പോയപ്പോഴേക്കും ബി.ജെ.പി വീണ്ടും വോട്ട് വിഹിതം ഉയർത്തുന്നതാണ് കണ്ടത്. നമ്മൾ 60-ൽ നിന്നും 63.1% ബി.ജെ.പിയുടെ വോട്ട് വിഹിതം ഉയരുന്നു. കോൺഗ്രസിന്റെ വോട്ട് വിഹിതത്തിൽ നേരിയ കുറവുണ്ടാകുന്നു. വീണ്ടും 32.6% കോൺഗ്രസിന്റെ വോട്ട് വിഹിതം കുറയുന്നു. മറ്റുള്ളവരുടെ വോട്ട് വിഹിതം, അതായത് മറ്റു പാർട്ടികളുടെ വോട്ടുകൾ കൂടി ബി.ജെ.പി നേടിയെടുത്തതോടെ മറ്റുള്ളവരുടെ വോട്ട് വിഹിതം 4.3% കുറയുന്നതാണ് കണ്ടത്. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥിതി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിയാൽ 2022 ആകെയുള്ള 182 സീറ്റിൽ 156 സീറ്റുകൾ ബി.ജെ.പി പിടിച്ചെടുക്കുന്നതാണ് കണ്ടത്. എന്നും ബി.ജെ.പിക്ക് സ്വാധീനമുള്ള മേഖല തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് എന്നത്. കോൺഗ്രസിന് അവിടെ 17 സീറ്റുകളിൽ മാത്രമാണ് 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാനായത്. എ.പി.ക്ക്, ആം ആദ്മി പാർട്ടിക്ക് 5 സീറ്റുകൾ പിടിച്ചെടുക്കാനായി എന്ന നിർണായകമായ കണക്ക് കൂടി നമ്മൾ കാണണം. അതായത് എ.പി അവിടെ പലയിടങ്ങളിലും വേരുറപ്പിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. മറ്റുള്ളവർ 4 സീറ്റുകളിലും ജയിച്ചു. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ ബി.ജെ.പിക്ക് 53.3% അവിടെ വോട്ട് വിഹിതം നേടിയെടുക്കാനായത്. കോൺഗ്രസിനാകട്ടെ 27% വോട്ടുകൾ നേടിയെടുക്കാനായി. ആം ആദ്മി പാർട്ടിയുടെ വോട്ട് വിഹിതത്തിലെ വളർച്ച നമ്മൾ കാണണം. 13.1% അവരുടെ വോട്ട് വിഹിതം. അതായത് കോൺഗ്രസിന് അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസിനൊപ്പം എത്താവുന്ന തരത്തിലുള്ള ഒരു വളർച്ച ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ നേടിയെടുക്കുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കാണ് എന്നും കൂടി മനസ്സിലാക്കുമ്പോഴാണ് താഴെത്തട്ടിൽ ആം ആദ്മി പാർട്ടി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റുള്ളവർ 4% അവിടെ വോട്ട് വിഹിതം നേടിയത്. ഇനി